വർക്ക് ചെയ്യാത്ത ക്ലോക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ പുതിയ ബാറ്ററി ഇട്ടിട്ടും ഇത് വർക്ക് ചെയ്യണില്ല ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എൻ്റെ ഫ്രണ്ട് എടുത്ത ഗ്ലാസ് അയച്ചെടുത്ത് സ്ക്രൂ അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ മെഷീൻ അയക്കാൻ കിട്ടും. അത് അയച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടർ അതിങ്ങനെ അയച്ചെടുക്കാം, മൊത്തത്തിൽ അയച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഗിയറുകളായിരിക്കും, ചെറിയ ചെറിയ റൗണ്ടിനുള്ളത്. അത് കറക്റ്റൊക്കെ ഇങ്ങനെയാണെന്ന് അറിയണം, വരഞ്ഞ് വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം എല്ലാതും ഇങ്ങനെ അയച്ചെടുക്കുക. ഇങ്ങനെ അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ടെർമിനലിൽ മുട്ടുന്ന സ്ഥലമാണത്. അതിൻ്റെ കോയിൽ ഇതിലുള്ളത് മോട്ടർ തിരിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മുട്ടാണ്ടാകുമ്പോൾ ഇങ്ങനെ വരണേ. അപ്പോൾ അതൊന്ന് ഉറച്ച് ക്ലിയർ ചെയ്യുക സൈഡ് രണ്ട് ഭാഗം. പിന്നെ ബാറ്ററിയുടെ സൈഡ് വരുന്ന ക്ലാമ്പാണത്, ബാറ്ററി ഇടുന്ന സ്ഥലം അത്. അപ്പോൾ അത് രണ്ടൊക്കെ ഒന്ന് ഉരച്ചിടുക, നല്ലോണം ഉരച്ച്. എൻ്റെ കയ്യിലിപ്പോൾ ഞാനിപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ഉരയ്ക്കണേ. എങ്ങനെയായാലും ഉരച്ചാൽ മതി. നല്ലോണം ഉരയ്ക്കുക, എന്നിട്ടത് ഇടുക. ഇനി ഇത് കറക്റ്റായിട്ട് തന്നെ അതിൽ സെറ്റ് ചെയ്യണം. അത് എൻ്റെ ബാറ്ററിയുടെ ഇതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ഒന്ന് ഇടാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ഉള്ളിലത്തെ പൊടിയൊക്കെയാണെങ്കിൽ ഒന്ന് കളയുക. ഇത് ബാറ്ററിയുടെ ടെർമിനൽ ഇടാനുള്ളത് ഒരു ഇതാണ് ബാറ്ററി ഇടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലേക്ക് ഇടുക. രണ്ട് സ്ഥലത്തുണ്ടാവും, രണ്ട് സ്ഥലത്തേയും കൂടിയിട്ട് അതിലിടുക. അപ്പോൾ ഈ പൊന്തി നിൽക്കണ ഒരു ഇതാണ് മറ്റേ കോയിലുമ മുട്ടണത്. അപ്പോൾ അതൊന്ന് പൊക്കി വയ്ക്കുക. അത് കറക്റ്റായിട്ട് മുട്ടി നിൽക്കുമ്പോഴാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം ഇത് ചെറിയ സൂചിയുടെ ഗിയറാണ്, ചെറിയ സൂചി അതുമാണ് വയ്ക്കുക. അപ്പോൾ അത് വെച്ചതിന് ശേഷം രണ്ടാമത്തെ വലിയ സൂചിയുടെ ഗിയർ മേലെ കിട്ടും. അതിന് കിട്ടിയതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് തിരിച്ച് നോക്കുക, വർക്ക് ഉണ്ടോ നോക്കുക. അപ്പോൾ അത് വർക്ക് ഉണ്ട്, തിരിച്ച് നോക്കിയിട്ട് വർക്ക് ഉണ്ട്. കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ സെക്കൻഡ് സൂചി ഉണ്ട്. സെക്കൻഡ് സൂചി ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ അത് ആ മോട്ടറിൻ്റെ സിസ്റ്റം അതിൻ്റെ മേലെ വയ്ക്കണം. ആ മേലെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ബാറ്ററി ടെർമിനൽ മുട്ടണമൊക്കെ കറക്റ്റായിട്ട് മുട്ടി നിൽക്കണം, എന്നാലും അത് കറക്റ്റാവുള്ളൂ. ഇതാണ് മറ്റേ മോട്ടർ, എൻ്റെ ചെറിയ മോട്ടർ. ഈ മോട്ടർ തിരിയുമ്പോഴാണ് സൂചിയൊക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ മോട്ടർ വെച്ചു. അതിന് ശേഷം ആ മോട്ടറിൽ നിന്നുള്ള ചെറിയ ഗിയറുണ്ട്, ആ ഗിയർ വെച്ചു. സൈഡിലേക്കുള്ള ഗിയറുണ്ട്. ആ ഗിയർ വഴിയാണ് ചെറിയ സൂചിയൊക്കെ ഇറങ്ങുന്നത്. ഈ വെക്കണതാണ് സെക്കൻഡ് സൂചി വെച്ചു. അതിനുശേഷം അതിൻ്റെ അടപ്പ് വയ്ക്കാം. അടപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കും. പ്രസ് ചെയ്താൽ മതി, നല്ല ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടയത്. അപ്പോൾ അത് ഓക്കെ ഉണ്ട്. ഇനി ബാറ്ററി ഇട്ട് നോക്കാം. ആ സെക്കൻഡ് സൂചി അതിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ ബാറ്ററി ഇടുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ ആയിട്ട് ഇപ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്കത് ക്ലോക്കിലേക്ക് ഫിറ്റ് ചെയ്യാം. ബാറ്ററി ഊരെടുത്ത് സെക്കൻഡ് സൂചി ഊരെടുക്കണം. അത് ഊരെടുത്തിട്ട് നേരെ നമുക്ക് ഇനി ക്ലോക്കിൻ്റെ അതിലേക്ക് വയ്ക്കാം. ആ ക്ലോക്കിലേക്ക് അത് ഫിറ്റ് ചെയ്ത് തിരിച്ച് അതിൻ്റെ നട്ടിട്ട് ടൈറ്റ് ചെയ്യണം. നട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം മണിക്കൂർ സൂചി ആദ്യം 3ലേക്ക് അതിനാക്കി വെച്ചു. പിന്നെ മിനിറ്റ് സൂചി 12ലേക്ക് വെച്ചു. അങ്ങനെ ചെയ്താലാണ് കറക്റ്റായിട്ട് മണിക്കൂർ കറക്റ്റാവുള്ളൂ. ഇനി സെക്കൻഡ് സൂചി അതേമാതിരി തന്നെ കറക്റ്റായിട്ട് വെച്ചു പ്രസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബാറ്ററി ഇട്ട് നോക്കാം, വർക്കുണ്ടോ നോക്കാം. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ വയ്ക്കുമ്പോൾ ഈ സൂചികൾ തമ്മിൽ മുട്ടാൻ പാടില്ല, ചെറിയ ഗ്യാപ്പിൽ നിർത്തണത്. അതിനുശേഷം നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇനി ഗ്ലാസ് മേലെ വെച്ച് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാം. 4 സ്ക്രൂ ആണുള്ളത്, 4 സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ.